ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നോമ്പ് തുറ സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. പഴുത്ത മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. കൂടാതെ നല്ല ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 10 വിസിൽ വരണ വരെ ഞാൻ വേവിച്ചെടുക്കുകയാണ്. എൻ്റെ കുക്കറിൽ അത്രയും ടൈം വേവിച്ചാലേ ചവ്വരി വെന്ത് കിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് ഈ വിസിലിൻ്റെ എണ്ണം മാറ്റം വരും. അപ്പോൾ ആദ്യം ഒരു 5 വിസിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നോക്കുക വെന്തോന്ന്. ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം മാറ്റം വരുത്തുക. ആദ്യമേ 10 വിസിലിട്ടിട്ട് വേവിച്ചെടുക്കണ്ട, കാരണം ചവ്വരി വെന്ത് കലങ്ങിപ്പോവും. നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ വെന്ത് കിട്ടണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചവ്വരി ഒരു 6 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ നമുക്ക് കുക്കറൊന്നും വേണ്ട, അല്ലാതെ തന്നെ 10 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക് ഇഫ്താറിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 12 മണിക്കൊക്കെ ചവ്വരി വെള്ളത്തിൽ കുതിരാനിട്ടാൽ മതി. ഇനി ചവ്വരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരെയും വേണം, പാല് തിളച്ചു വരെയും വേണം. ഇപ്പോൾ പാല് തിളച്ചു വന്നിട്ടുണ്ട്, പഞ്ചസാര അലിഞ്ഞിട്ടുമുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഗ്ലാസ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് ചവ്വരി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തിളപ്പിച്ച പാല് തണുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച ചവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ്. നല്ല മധുരമുള്ള, ഏകദേശം നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. 1.5 കപ്പ് മുതൽ 2 കപ്പ് മാങ്ങ വരെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. തേങ്ങാപ്പാലും പശുവിൻ പാലും നല്ല പഴുത്ത മാങ്ങയും പഞ്ചസാരയും ചവ്വരിയൊക്കെ ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന്. നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ഒരു ഡ്രിങ്കല്ലേ ഇത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.